മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് തിരുസഭ വിളവുകളുടെ സംരക്ഷകയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അധ്വാനങ്ങളെ, നമ്മുടെ വിളവുകളെയെല്ലാം സംരക്ഷിക്കേണ്ടത്. പരിശുദ്ധ അമ്മ സംരക്ഷകയാണ്. നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തെ സംരക്ഷിച്ചത് തന്റെ ഉദരത്തിലും ഈശോ പിറന്നതിന് ശേഷവും പരിശുദ്ധ അമ്മ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ ഭരമേൽപ്പിക്കപ്പെട്ട ശിഷ്യന്മാരെ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചത് പരിശുദ്ധ അമ്മയല്ലേ? അമ്മ സംരക്ഷകയാണ്. പരിശുദ്ധ അമ്മ വേണം നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുവാനായിട്ട്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്കും നമ്മുടെ അധ്വാനങ്ങൾക്കും നമ്മുടെ വിളവുകൾക്കും ലഭിക്കണമെങ്കിൽ അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ, അമ്മയെ സ്നേഹിക്കുവാൻ, അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാന നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചും പരിശുദ്ധ അമ്മയോടുള്ള മറ്റു പ്രാർത്ഥനകൾ നടത്തിയും നിങ്ങളുടെ അധ്വാനങ്ങളില്, നിങ്ങളുടെ വിളനിലങ്ങളില്, നിങ്ങളുടെ പഠനങ്ങളിലൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കേ. ഓരോ ഇടങ്ങളിലും പരിശുദ്ധ അമ്മ നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ ഭവനത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. നിങ്ങളുടെ അധ്വാനങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. എന്നിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. അമ്മ നിങ്ങളെ ഈശോയോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ അധ്വാനങ്ങളെ, നിങ്ങളുടെ മക്കളെ, ജീവിതത്തെ മുഴുവനും ഈശോയോട് ചേർത്ത് വെച്ച് നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. ഖരങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തെ, മക്കളെ, ജീവിത പങ്കാളിയെ, അധ്വാനങ്ങളെ, വിളനിലങ്ങളെ എല്ലാം അമ്മയുടെ മധ്യസ്ഥത വഴി ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ഞങ്ങളുടെ വിളവുകളെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു. മക്കളെയും ജീവിത പങ്കാളിയും സഹോദരങ്ങളെയും മാതാപിതാക്കളെ എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അധ്വാന മേഖലകളെ, കൃഷിയിടങ്ങളെ, ജോലി മേഖലകളെ, ബിസിനസ് മേഖലകളെ എല്ലാം സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ അധ്വാനങ്ങളെ സംരക്ഷിക്കണമേ. തകർച്ചയിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, തടസ്സങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളുടെ അധ്വാനങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നൽകുന്നതിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. അമ്മയുടെ മേലാങ്കി കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. സർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന, അധ്വാനങ്ങൾക്ക് നേരെ കടന്നു വരുന്ന, വിളനിലങ്ങൾക്ക് നേരെ കടന്നു വരുന്ന, മക്കൾക്ക് നേരെ കടന്നു വരുന്ന, മാതാപിതാക്കൾക്ക് നേരെ കടന്നു വരുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ, തിന്മയുടെ ബന്ധനങ്ങളെ, പിശാചിന്റെ ഉപദ്രവങ്ങളെ നിർവീര്യമാക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയാൽ പ്രകാരമുള്ള എല്ലാ തിന്മകളെയും ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് ബന്ധിച്ചു ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.